ഹലോ ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, കോയിൻ ബിസ്ക്കറ്റ്. ഈ മുട്ട ബിസ്ക്കറ്റ് ഞാൻ ഓവനില്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയായാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മാവാണ് എടുക്കുന്നത്. 1 കപ്പ് മാവിന് നമുക്ക് 2 മുട്ട മതിയാകും. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാര പൊടിച്ചതൊക്കെ നല്ലതുപോലെ ബീറ്റായി കിട്ടണം. ഞാനിവിടെ 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറച്ചായിട്ട് മാവിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാ മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട് നമുക്ക് മാവിനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. മുട്ട ബിസ്ക്കറ്റിന് ഒരു യെല്ലോ കളറാണല്ലോ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറും ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിയാണ് കുറച്ചുകൂടി ബെറ്റർ. മാവ് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഇനിയും പാല് ചേർക്കണം. ഒരു ടീസ്പൂൺ പാലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കൂടി ലൂസായിട്ട് കിട്ടണം. മുട്ടയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മളിപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട കുറച്ചുകൂടെ വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒരല്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഓവനില്ലാതെ എങ്ങനെയാണ് കോയിൻ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് എണ്ണ തടവി എടുത്തതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ ഡ്രോപ്പായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്യാപ്പിട്ട് വേണം ഓരോ ഡ്രോപ്പും നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു പ്രീഹീറ്റ് ചെയ്ത തവയിൽ വെച്ച് നമുക്കൊരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഹോളുള്ള മൂടി വല്ലതും ആണെങ്കിൽ നമുക്ക് അതെന്തെങ്കിലും വെച്ചൊന്ന് അടച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓവനിൽ വെച്ച് മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ഡ്രോപ്പായിട്ട് ഇതുപോലെ ഗ്യാപ്പിട്ട് ചെയ്തെടുക്കാം. ഓവനിൽ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ 180 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കരുത്, കരിഞ്ഞു പോവും. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ 150 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിരുന്ന മുട്ട ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണ് ക്രഞ്ചി ആയിട്ട് കിട്ടുന്നത്. ഓവനിൽ വെച്ചിരുന്ന മുട്ട ബിസ്ക്കറ്റും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ബ്രൗൺ കളറായിട്ടാണ് ഓവനിൽ വെച്ച ബിസ്ക്കറ്റ് കിട്ടിയത്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ അവർക്ക് ഇങ്ങനെ കുറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.